തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പു ധനുഷാശൂലം മൂഷികന്റെ പുറത്ത് കയറിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഗണപതി ഒരു ഭയങ്കര പവർഫുൾ ആണ്. ഗണപതി ക്ഷിപ്രപ്രസാദിയാണ്. ഗണപതിയെ നമ്മൾ അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രസാദിക്കും. ഗണപതിക്ക് എന്ത് കൊടുത്താലും ഗണപതിക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള കറുക, മുക്കുറ്റി ഇത്തരത്തിലുള്ളതൊക്കെ ഹോമദ്രവ്യങ്ങളായിട്ട് എടുക്കാറുണ്ട്. ഇത്ര ഉന്നതങ്ങളിൽ നിൽക്കുന്ന വ്യക്തിക്കും ഏറ്റവും എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ഗണപതി. വേണ്ട പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ കുബേരനോട് കാണിച്ച മാതിരി ആയിരിക്കും, മുഴുവൻ എടുത്തിട്ട് വിഴുങ്ങിന്നും വരും. അതുകൊണ്ട് ഗണപതിയുടെ തുമ്പിക്കൈ ഓപ്പൺ ആയിട്ട് അകത്തിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ എത്ര കൊടുത്താലും മതിയാവില്ല. നമ്മൾ അവിടെ ഒരു തുളസി ഇല ആയിക്കോട്ടെ, ഒരു പഴത്തിന്റെ ഒരു നുറുങ്ങായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവിടെ ആ സമർപ്പണ ഭാവത്തോടു കൂടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് പ്രസാദിക്കും. ഇങ്ങനെയാണ് ഗണപതിയുടെ ഒരു എങ്ങനെ പ്രസാദിപ്പിക്കും എന്നുള്ളതിന്റെ നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും മുന്നിൽ ആദ്യം വിഘ്നേശ്വരനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ഗണപതിയുടെ പല പല ഭാവങ്ങൾ പറയുന്നുണ്ട്. 21 തരത്തിൽ അല്ലെങ്കിൽ 24 തരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട നമ്മുടെ ഗണപതി ക്ഷേത്രങ്ങൾ ഇപ്പം പഴവങ്ങാടി ഗണപതിയുണ്ട്. ഇപ്പം നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ 2 പ്രസിദ്ധമായിട്ടുള്ളത് ഇവിടെ ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം, അതേപോലെ തന്നെ നമ്മുടെ കുറച്ചും കൂടി അങ്ങോട്ട് പിന്നെ അരൂര് ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയും ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്. അപ്പോ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഗണപതിയുടെ വിവിധ ഭാവങ്ങൾ ഉള്ളതിൽ. അതിൽ ഓരോ ഭാവത്തിനും ഓരോ പ്രത്യേക തരം അനുഗ്രഹ സിദ്ധി കൂടുതലാണ് അല്ലെ. അതില് ക്ഷിപ്രഗണപതിയുണ്ട്, ഉച്ഛിഷ്ട ഗണപതിയുണ്ട്. ഇതൊക്കെയാണ് വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നത്. അതുകൂടാതെ ലക്ഷ്മി സമേതനായിട്ടിരിക്കുന്ന ഈ ഗണപതിയുണ്ട്. അപ്പോ ഇവരൊക്കെ വളരെ എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ഗണപതിയുടെ ഭാവങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പം ഗണപതിക്ക് എല്ലാം ഒന്ന് തന്നെയല്ലേ, എല്ലാം ഗണപതി ഭഗവാനല്ലേ, വിഘ്നേശ്വരനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നമ്മൾ 30 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരം ഭഗവാൻ ഈശ്വരന്മാരുടെ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളും വരുന്നത്. ഈ 30 കോടി ദേവന്മാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൃത്യം കണക്കല്ല. അനേക കോടി ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ്. അനേക കോടി മനുഷ്യരുള്ളത് പോലെ തന്നെ ഓരോ മനുഷ്യനും അവനവന് ഇഷ്ടമുള്ള ഭാവങ്ങളിലാണ് ഈശ്വരനെ ധ്യാനിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിനനുസരിച്ചിട്ട് അനേക കോടി ദൈവങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഓരോ തരം ആവശ്യങ്ങൾ. നമ്മൾ വെറുതെ ആരും ക്ഷേത്രങ്ങളിൽ പോവാറോ ഈ പ്രാർത്ഥിക്കാറോ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടിട്ട് തന്നെയായിരിക്കും പോകുന്നത്. അപ്പൊ ഓരോ വ്യക്തിക്കും പ്രത്യേക ചിലർക്ക് ധനമായിരിക്കാം വേണ്ടത്, അതല്ലെങ്കിൽ ചിലർക്ക് പിന്നെ വസ്ത്രങ്ങളായിരിക്കാം വേണ്ടുന്നത്, ചിലർക്ക് യാത്രാ സൗകര്യമായിരിക്കാം വേണ്ടത്, ചിലർക്ക് പാർപ്പിടമായിരിക്കാം, ചിലർക്ക് ഇതൊന്നുമല്ല. ഇതെല്ലാം ഉണ്ടാകും. സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണോ നമ്മൾ മനസ്സിൽ കണക്കാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഭാവത്തിലാണ് ഭഗവാനെയും ആരാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഗണപതിയുടെ ആരാധനയും വരുന്നത്. അതില് ഈ ക്ഷിപ്രഗണപതി ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് ഈ ഗണപതി ഹോമമൊക്കെ കണ്ട് ആണ്. ഇപ്പൊ അത് ഒരു മാസത്തിലൊരിക്കൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ചെയ്യും. അച്ഛൻ തന്നെയാണ് ചെയ്യുക. അപ്പോ ഈ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഹോമത്തിന്റെ ഒടുവിൽ ഒരു സമർപ്പണം ഉണ്ട്. ഇത് ഈ ചെയ്തിരിക്കുന്നതല്ല ഇപ്പൊ നമ്മൾ പറയില്ലേ, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറയുന്നത് പോലെ ഈ ഞാൻ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്ന് ഈ ഒരു സമർപ്പണത്തോടു കൂടിയ ഏത് യജ്ഞവും ഏത് ഈശ്വര കർമ്മവും പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പൊ നമ്മള് ചില ഹോമങ്ങള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ ചിലത് പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിച്ചിട്ട് വീണ്ടും ചില സമയത്ത് അത് വീണ്ടും നമ്മളത് മതിയോ എന്ന് നോക്കുമ്പോൾ അതിനൊരു അപൂർണത കാണും. അപൂർണത വരാൻ കാരണം ഇവര് ഈ തിരക്കും ബഹളവും ഇതിന്റെ ഇടയില് ഈ ഒടുവിൽ ഇത് ഭഗവാനിലേക്ക് സമർപ്പിക്കാനായിട്ട് മറന്നു പോകും. അങ്ങനെ പതിവുണ്ട്. ഈ
അർപ്പണത്തോടു കൂടി മാത്രമേ ഈ കർമ്മം പൂർത്തിയാകുന്നുള്ളൂ. അപ്പോ അച്ഛൻ ഇങ്ങനെ ഈ ഗണപതി ഹോമം എല്ലാ തവണയും ഗണപതി ഹോമം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവില് ഒരു ഗണപതി സ്തുതി, ക്ഷിപ്ര ഗണപതിയുടെ ഒരു സ്തുതി ചൊല്ലാറുണ്ട്. അപ്പോ ആ സ്തുതിയോട് കൂടി ഈ സമർപ്പണം അങ്ങ് പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയും, വന്ന് നമസ്കരിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ചെന്ന് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു എനർജിയോ നല്ല ഒരു സുഖാണ് ആ ഒരു നമസ്കാരത്തോടു കൂടി കിട്ടുന്നത്. അപ്പോ ആ സ്തുതി കുറച്ച് വലിപ്പമുള്ളതാണ് എങ്കിലും പലരും കേട്ട് കാണും. എങ്കിലും സ്വതവേ അതിനിപ്പം വലിയ വിദ്യാഭ്യാസമുള്ളവരോ ഒരുപാട് സംസ്കൃതം പഠിച്ചവരോ ഒന്നുമല്ല, പച്ച മലയാളത്തിലുള്ളതാണ്. അപ്പൊ ഇന്ന് എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഇത്ര മലയാളത്തില് ഇത്ര സുഖമായിട്ട് എങ്ങനെ ഒരു ശ്ലോകം നിർമ്മിച്ചു എന്ന് അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ ഇടയ്ക്ക് വരാറുണ്ട്. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പു ധനുഷാശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ട് പാശം ഉടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകസുതൻ എനിക്കേറ്റം തുണയ്ക്കേണമേ. സന്തോഷം ടീച്ചറെ. അതായത് എന്താ പറയാ, ഗണപതിയെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോ ഈ ഗണപതിയുടെ പല ഭാവങ്ങളെ ഓർമ്മ വന്നു. അല്ല, ഉച്ഛിഷ്ട ഗണപതിയെ പറ്റി പറയണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ടീച്ചർ അത് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാധാരണപ്പെട്ടവർക്ക് പോലും ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു അർപ്പണ മനോഭാവത്തോടെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഗണപതി പ്രസാദിക്കും. വളരെ സിമ്പിൾ ആണ് ഗണപതി. അപ്പോൾ ഈ മൂലമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നല്ല ഉപദേശപ്രകാരം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗണപതിയെ പ്രസാദപ്പെടുത്താൻ ഒരുപാട് വഴികളുണ്ട്. അപ്പോ അത് മഹാഗണപതയെ നമ എന്ന് പറഞ്ഞാലും മതി. അതേ, ഗണപതിക്ക് വളരെ വിശേഷമായിട്ടുള്ളതാണ്. എവിടെയും അദ്ദേഹത്തെ ആദ്യം തന്നെ സ്മരിക്കണം. അത് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുള്ളതാണ്. അതേപോലെ തന്നെ ആ സ്മരണ അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്യുകയും വേണം. അടുത്തത് ചെയ്യാൻ പോണതിന് മുന്നേ ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അത് ഈ ഗണപതിയുടെ ഒരു രൂപവും ടോട്ടൽ ഗണപതിയെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ വിചിത്രമായിട്ടാണ് തോന്നുക. ശിരസിന്റെ ആകെ കൂടി രൂപം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഒരു മനുഷ്യ സമാനമായിട്ടുള്ള രൂപമാണ്. എന്നാൽ ശിരസ് ഈ ഭൂമിയിലെ അല്ലെങ്കിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയുടേതാണ്, ആനയുടേതാണ്, അല്ലെ? അത് കഴിഞ്ഞ ഒരു കുട്ടിയുടേതാണ് ബാക്കി ശരീരം മുഴുവൻ. ഉദരം പക്ഷെ വളരെ വലുതാണ്. പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളാൻ പാകത്തിനുള്ളതാണ് ഈ ലംബോദരന്റെ ഉദരം. ഇത്രയും വലിയ ഉദരം വച്ചിട്ട് ഈ ഏറ്റവും വലിയ ജീവിയുടെ തല വച്ചിട്ട് എങ്ങനെയാ സഞ്ചരിക്കുന്നത്? മൂഷികന്റെ പുറത്ത് കയറിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഗണപതി ഒരു ഭയങ്കര പവർഫുൾ ആണ്, വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം. വിചാരിക്കുന്ന സാധാരണ രീതിയിൽ എല്ലാവരും ഗണപതി ക്ഷിപ്രപ്രസാദിയാണ്. അതുപോലെ ഗണപതിയെ നമ്മൾ അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രസാദിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓരോ ആൾക്കാര് പലയിടത്തും പോയി പല രീതിയിൽ അർപ്പണ മനോഭാവത്തോടെ പലതും ചെയ്യുന്നുണ്ട്. അടുത്തുള്ള ഗണപതി അമ്പലത്തിൽ പോകും, 100% ഗണപതി പ്രസാദിക്കും. അതില് ഏറ്റവും കൂടുതൽ പല ആൾക്കാരും ഈ പറയുന്ന കറുകപ്പുല്ലൊക്കെ കൊണ്ട് സമർപ്പണം കൊണ്ടുവയ്ക്കാം. ഗണപതിക്ക് എന്ത് കൊടുത്താലും ഗണപതിക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ളത് ഇഷ്ടമാണ്. അതെ, ഈ കറുക, മുക്കുറ്റി ഇത്തരത്തിലുള്ളതൊക്കെ ഹോമദ്രവ്യങ്ങളായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ സംബന്ധിച്ച് ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ദ്രവ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നിവേദ്യം. ഒരുപാട് പായസം ഉണ്ടാക്കുക അങ്ങനെയൊന്നും വേണമെന്നില്ല. ഏറ്റവും ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖമാണ് ഗണപതിയെ പ്രീതിപ്പെടുത്താനായിട്ട്. എന്ന് വെച്ചാല് ഇച്ചിരി അവല്, മലര്, കൽക്കണ്ടം, ശർക്കര, ഇതൊന്നുമില്ല, ഒരു പഴം, ഇത്രയുമൊക്കെ മതി
അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ. പിന്നെ നമുക്ക് എത്രത്തോളം ഇതുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഉണ്ണിയപ്പം കൊടുത്തു കഴിഞ്ഞാലും പായസം നിവേദ്യം കൊടുത്തു കഴിഞ്ഞാല് ലഡു സത്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു സിസ്റ്റം അല്ല, നമുക്ക് ഉണ്ണിയപ്പമാണ്, കേരളത്തിലെ ഉണ്ണിയപ്പമാണ്. അതേപോലെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ മോദകം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോ എന്ത് തന്നെയായാലും ഇത്രയും ഈ ലംബോദരന് ഒരു പിടി അവിലോ മലരോ കൊടുത്താൽ മതി, അദ്ദേഹത്തിന്റെ ഉദരം നിറയും. ആ ഉദരപൂരണം വരുന്ന അത്ര സന്തോഷവാനായിരിക്കും അദ്ദേഹം നമ്മളോട്. കുറേ കൊടുക്കണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോ എത്ര സാധുവായിട്ടുള്ള മനുഷ്യൻ, സാമ്പത്തികമായിട്ട് എത്ര സാധുവായിട്ടുള്ള മനുഷ്യനും എത്ര ഉന്നതങ്ങളിൽ നിൽക്കുന്ന വ്യക്തിക്കും ഏറ്റവും എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ഗണപതി. അതേപോലെ തന്നെ വേണ്ട പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ കുബേരനോട് കാണിച്ച മാതിരി ആയിരിക്കും, മുഴുവൻ എടുത്തിട്ട് വിഴുങ്ങിന്നും വരും. അതുകൊണ്ട് അത് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. പലരും പറയുന്നുണ്ട്, അതായത് പല ആൾക്കാർക്കും ഗണപതിയുടെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് പല വീടുകളിലും ഗണപതിയുടെ ഒരുപാട് ഐഡിയോൾസ് ഉണ്ട്, നിറയെ ഉണ്ടാവും കളക്ഷൻസ്. ഇപ്പൊ നമ്മൾ പോലും അറിയാൻ നമ്മളിലേക്ക് ഗണപതിയുടെ ഐഡിയോൾസ് വന്നു ചേരും. ഒരു കാലഘട്ടത്തിൽ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. എവിടെ പോകുമ്പോഴും നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഗണപതി ആയിരിക്കും. പക്ഷെ ഇവിടെ പലരും പറയുന്നുണ്ട് ഗണപതിയുടെ തുമ്പിക്കൈ ഓപ്പൺ ആയിട്ട് അകത്തിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ എത്ര കൊടുത്താലും മതിയാവില്ല.